അത് അവർ വാങ്ങിച്ചെന്നും പറഞ്ഞാണ് ഒരു കള്ള പത്രത്തിൽ എഴുതി തന്നു. അവരെ ഒപ്പില്ല, ആധാറിൻ്റെ നമ്പറില്ല, ഒന്നുമില്ല. നമ്മൾ പ്രമാണത്തിൽ വഴി നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ എവിടെയും പോകും. ഞാനിവിടുന്ന് പോകണം, എന്നാലും ഞാൻ കൊടുക്കില്ല, ഞാൻ ചത്താലും കൊടുക്കും. 30 വർഷത്തിൽ കൂടുതലായി ഒരു കുടുംബം നടന്നുകൊണ്ടിരുന്ന വഴി ഇപ്പോൾ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരുടെ അനുവാദം വേണം. പോത്തൻകോട് വാവറാമ്പലം സ്വദേശി ലതാകുമാരിയാണ് തനിക്കുള്ള വഴിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഭർത്താവും മകനും മരണപ്പെട്ട ലതാകുമാരി തന്റെ വഴിക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടുകയാണ്. ലതാകുമാരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി ഉൾപ്പെടുന്ന വസ്തു ഒരു ഭൂമാഫിയ വാങ്ങുകയും തനിക്ക് മറ്റൊരു വഴി തരാമെന്ന വ്യാജ കരാർ ഒപ്പിട്ട് നൽകുകയും ചെയ്തു. എന്നാൽ ആ വസ്തു തൊട്ടടുത്ത ഭിന്നശേഷിക്കാരായ കുടുംബത്തിന്റേതും അവർ ലതാകുമാരിക്കെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. അതോടെ ഇവർക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റാതായി. ഇതോടെ തന്റെ പഴയ വഴി തന്നെ മതി എന്ന നിലപാടിൽ ലതാകുമാരി മുന്നോട്ട് വന്നു. നമുക്ക് കിട്ടുന്നുമ്പേ ഉള്ള 70 വർഷമെങ്കിലും ആവും. പണ്ടേ ഉള്ള വഴിയാണ്. അപ്പം നമ്മൾ നടക്കുന്ന വഴിയാണ്. അപ്പം പിന്നെ നമുക്ക് ആ വഴിയുണ്ട്, നമ്മൾ പ്രമാണത്തിലുണ്ട്. 5 സെൻറ്റിൽ ഒരു ഗതാഗതത്തിനായ വഴി തടയാനും തടസ്സപ്പെടുത്താനും അധികാരമില്ല. അതുകൊണ്ട് അന്ന് ഇവന്മാർ പ്ലോട്ടുകാർ വന്ന് അന്ന് തൊട്ടേ പറയണം 5 സെൻറ്റും വഴി. ഈ വഴി അവർ കൈയടക്കാൻ നേരത്തെ എന്താണ് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് എഴുതി തന്നു. മേലിൽ കൂടെ നടന്നു പോയി അത് അവർ വാങ്ങിച്ചെന്നും പറഞ്ഞാണ് ഒരു കള്ള പത്രത്തിൽ എഴുതി തന്നു. അവരെ ഒപ്പില്ല, ആധാറിൻ്റെ നമ്പറില്ല, ഒന്നുമില്ല. എന്നിട്ട് എഴുതി തന്നിട്ട് എൻ്റെ പറഞ്ഞ് പെട്ടെന്ന് ഒപ്പിട്ടതിൻ്റെ ഒരു കോപ്പി കൊടുക്കാൻ. ഞാൻ കൊടുത്തില്ല. ഞാൻ അങ്ങനെ ആളുകളോട് അത്രയും കൊണ്ടു കിടന്നു, ഇത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അല്ല, ഇത് നിങ്ങളെ ചതിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചോണ്ടിരിക്കണം. അപ്പം നമ്മളിപ്പം മേലോത്തവരെ വഴക്ക് കേൾക്കണതിന് നമ്മൾ പ്രമാണത്തിൽ വഴി നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ എവിടെയും പോകും. പറഞ്ഞു ഞാൻ 2 നീരെ പറഞ്ഞു കോടതി കയറ്റു. അവിടെ 2 ഭിന്നശേഷിക്കാരുണ്ട്. അവരെയും പിടിച്ച് കളക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ, എൻ്റെ മോളെ, 3 കൊച്ചുങ്ങളെയും കൂടെ കോടതി കയറ്റു വന്നു. ഈ മാസം പുതുവർഷം 30 വന്നപ്പോഴും 10 മണിക്ക് വന്നപ്പോഴും പറഞ്ഞു എൻ്റെ കൂടെ പല ദിവസവും ഞാൻ അതിലേ വരും. പറഞ്ഞാൽ അത് ഒറ്റയ്ക്കാണ്ട് 7 മണി വരെ റോട്ടിൽ നിൽക്കും. അത് കഴിഞ്ഞ് വരുമ്പം അതിൻ്റെ അവിടെ നിന്നിട്ട് പറയും നിനക്കിതിലേ നടക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ, നീ ഇതിലെന്തിന് വഴി അടക്കണത് എന്ന് ചോദിച്ചു. പഞ്ചായത്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവരെല്ലാം വാങ്ങിച്ച് പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് അവന്മാരെ വിളിച്ച് ചോദിച്ച് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞപ്പോൾ അവർ തിരിച്ച് മറുപടി തരണം, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മുമ്പറ വിളിച്ച് വഴി ശരിയാക്കാം. പിന്നെയാണ് ഞങ്ങൾ വില്ലേജിൽ പോയി, താലൂക്കിൽ പോയി, പിന്നെ കളക്ടറെ അടുത്ത് പോയി, പിന്നെ അവിടെ വില്ലേജ് ഓഫീസർ ഇപ്പോൾ വന്ന് നോക്കി എല്ലാ വഴി നമ്മളെ വഴി ഇത് ഒരിക്കലും കൊടുക്കരുതെന്ന് അങ്ങനെ നടക്കണം. എന്നിട്ട് പറഞ്ഞ് ഈ ഫൗണ്ടേഷൻ ഇടിക്കരുത്, ഇവിടെ മണ്ണിട്ട് പൊക്കി അവിടെ പൊളിച്ച് കയറി വരാം. നമ്മൾ 4 വീട്ടുകാർ ഇതിൽ ഓടി കയറി വന്നതാണ്. അത് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ അവിടെ വന്ന് റിപ്പോർട്ട് കൊടുത്തു വിട്ടിരിക്കണം. അത് ഇനി അവർ ഇത് കഴിഞ്ഞേ എടുക്കുള്ളൂ, ഇലക്ഷൻ കഴിഞ്ഞേ എടുക്കുള്ളൂ. ഇതിപ്പോൾ ഇവർ ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്ഥലത്തിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ആയിരിക്കും. ഞാനിവിടുന്ന് പോകണം, എന്നാലും ഞാൻ കൊടുക്കില്ല, ഞാൻ ചത്താലും കൊടുക്കില്ല. എൻ്റെ മോനും എൻ്റെ ചേട്ടനും കിടക്കുന്ന പെരേടം ഞാൻ കൊടുക്കില്ല. അവർക്ക് ഈ പെരേടത്തിന് വേണ്ടി തന്നെ നോട്ടം. വഴി ഉൾപ്പെടുന്ന വസ്തു വാങ്ങിയവർ അതിന് വിൽക്കാനായി പ്ലോട്ടുകളായി തിരിച്ചിരിക്കുകയാണ്. RDA ഉൾപ്പെടെയുള്ളവരിൽ നിന്നും തനിക്ക് അനുകൂലമായ വിധി ലഭിച്ചിട്ടും ഇതുവരെ തനിക്ക് അവകാശപ്പെട്ട വഴി ലഭിക്കാത്തതിനാൽ ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഈ വീട്ടമ്മ. ഭാരത് വിഷൻ, പോത്തൻകോട്.